എല്ലാവർക്കും ജെഎസ് ഫ്രൈഡേ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ചെയ്യാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ നമുക്ക് വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നമ്മൾ പുറത്ത് ഇങ്ങനെ കറങ്ങാൻ വന്നിരിക്കുന്നത്, ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ദേര വാട്ടർഫ്രണ്ട് മാർക്കറ്റിലാണ്. ഞങ്ങളിപ്പോ വണ്ടിയുടെ ഉള്ളിലായിരിക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. നമ്മള് അസലും ഈ മാർക്കറ്റിന്റെ വേണം. അത് വണ്ടിയുടെ ക്ലാസ് പറഞ്ഞാൽ ചിലപ്പോൾ വണ്ടി കയറി ചിലപ്പോൾ പോകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ മീൻ സ്മെല്ല് എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നൊന്ന് മണത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ സ്മെല്ലിന് എന്താണ് മീനിന്റെ മണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മീൻ മാർക്കറ്റിൽ പിന്നെ മീൻ സ്മെല്ലല്ലേ ഉണ്ടാവുള്ളൂ, സ്മെല്ല് ചെയ്യാം. അതുകൊണ്ടാണ് വണ്ടി ഇറങ്ങാത്തത്. എന്തായാലും നമുക്ക് കൂടുതൽ അതിന്റെ ഉള്ളിൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. എല്ലാവരും വാച്ച് ചെയ്യുക. അതിനു മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തെയും ലോകത്തെ മൊത്തം സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, മാസ്ക് ധരിക്കുക, പിന്നെ നമ്മുടെ പ്രോട്ടോകോളൊക്കെ അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത്. വാട്ടർഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഫിഷ് മാർക്കറ്റ് ഉണ്ട്. മെയിനായിട്ട് ഫിഷ് മാർക്കറ്റിൽ തന്നെ ഡ്രൈ ഫിഷ് മാർക്കറ്റ്, അതായത് ഉണക്കമീൻ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഫിഷ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചിൽ, പല വിധത്തിൽ, പല സൈസിലുള്ള ഫിഷും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും നിങ്ങൾക്ക് കാണിക്കാം. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര വൃത്തിയുണ്ട് കേട്ടോ. അവിടെ എയർ കണ്ടീഷൻഡ് മാർക്കറ്റാണ്. സ്മെല്ല് കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും നല്ല വൃത്തിയാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ല, ഐക്കോറൻ്റെ ഒക്കെ പീസ് ഇത് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്, നല്ല പിടക്കണ പീസ്. ജാഫർ ഒന്ന് നല്ല പോലെ കാണിച്ച ഐക്കോറൻ്റെ ഒക്കെ പീസ്. ആഹാ, നല്ല ബിരിയാണിക്കുള്ള നല്ല സൈസാണ്. പുതിയാപ്ല കോരൻ്റെ ഒരു പുതിയ വേർഷൻ കണ്ടിട്ട് 2.0 പുതിയാപ്ല കോര കണ്ടില്ല, എന്ത് വലിയ ചോന്ന കളറിൽ. ഈ ചോപ്പ് ഉണ്ടായതുകൊണ്ടാവും കോരനെ പുതിയാപ്ല കോര എന്ന് പറയുന്നത്. പിന്നെ ഇത് പാര ചെന്നൈയിലെ വേർഷൻ നമ്പർ 2, വലിയ പാര, ഒരു 1.5 ഒരാൾക്ക് കിടക്കതിൻ്റെ മേലെ, അത്രയ്ക്കും വലുപ്പമുണ്ട്. ദേശീയ മത്സ്യത്തിൻ്റെ അടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, കുഞ്ഞൻ മത്തിയാണ്. ഇപ്പുറത്ത് ചെമ്മീനുണ്ട്, മത്തിയുണ്ട്, കോരുണ്ട്, പിന്നെ ഫിഷിലെ കിങ് ആയിട്ടുള്ള ഐക്കൂറുണ്ട്, പിന്നെ ഹമൂറ്, കുഞ്ഞൻ അയിലകൾ. ഇത് നീരാളി കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ലേ അവർ വാങ്ങിക്കൊണ്ടുപോകണം. ഇതാണ് നീരാളി, കണ്ട ഈ കാണുന്ന ഇത് നീരാളിയാണ്. കൂന്തളിന് എന്ത് വലിയ വീതി നീളമാണ് കൂന്തളിനുള്ളത്. ഒരു കൂന്തളിന് 1 കിലോനൊക്കെ ഉണ്ടാവും തോന്നുന്നു, 1 കിലോയിലേറെ ഉണ്ടാവും. പിന്നെ അങ്ങനെ പോന്നിക്കുകയാണെങ്കിൽ ഇത് പിന്നെ അത് അവിടെ നമ്മളെ എന്താ പറയുക, എരുന്ത് എന്ന് പറയുന്ന വലിയ ടൈപ്പ് എരുന്ത്, വലിയ ടൈപ്പ് എരുന്ത്. പിന്നെ കല്ലുമ്മക്കായൻ്റെ വേറൊരു ടൈപ്പ്. പിന്നെ നല്ല അടിപൊളി ചെമ്മീൻ, വലുപ്പമുള്ള ടൈപ്പ് ചെമ്മീൻ. ജീവനില്ലാത്ത ഫിഷിന് ഒരുപാട് കണ്ട്. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേരുകളൊന്നും നമുക്കറിയില്ല, അത്രയ്ക്കും ഫിഷുകളുണ്ട് ഇവിടെ തന്നെ. ബാക്ക് കണ്ടോ, ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല
വെറൈറ്റി മീനിനെ കാണണമെങ്കിൽ ഇവിടെ വരാം. അത് കൂടാണ്ട് ജീവൻ ഇല്ലാത്തതിന് പുറമെ ജീവനുള്ള മീനുകൾ ഇവിടെ ഉണ്ട് അക്വേറിയത്തിൽ കാണിച്ചാൽ. അതാണ് ഞണ്ട്, ലോബസ്റ്റർ, വലുത് ഞണ്ട് കണ്ടോ, ഞണ്ട് ലൈവായിട്ട് നല്ല സൂപ്പർ ഞണ്ട് അക്വേറിയത്തിൽ ഇട്ടിരിക്കണ്. നല്ല പടക്കണ ജീവനുള്ള ഞണ്ടുകൾ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോബസ്റ്റർ കാണിച്ചു തരാം. ജീവനുള്ള ലോബസ്റ്റർ ഇത് കണ്ടോ, ലൈവ് ലോബസ്റ്റർ. എന്താ സാധനങ്ങൾ ഇവിടെ ഒരുപാട് അടിപൊളി. ടൊക്കത്തിൻ്റെ അതിൻ്റെ കയ്യിൻ്റെ ഭാഗം കെട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പിടിക്കുന്ന സമയത്ത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എല്ലാത്തിലും ലോബസ്റ്റർ തന്നെ. ചിലതിൽ 2 കാലുള്ള ഞണ്ടുണ്ട് അടിയിൽ, കണ്ടില്ലേ ലൈവ്. ഇത് വേറൊരു വെറൈറ്റി സാധനം, വലിപ്പം കൂടിയ ടൈപ്പ്. എന്താ പൊന്നെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കടലിൽ നിന്ന് ഒരു 10-25 കൊല്ലെങ്കിൽ പഴക്കണ്ട വാരിണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. വളർച്ച ഓരോന്നിൻ്റെ കാലൊക്കെ അത്ര വണ്ണുണ്ട്. ഇത് കണ്ടില്ലേ കാല്, ഇതിൻ്റെ കണ്ണ് നോക്കണം, മേലെ ആന്റിനമാരി കൊണ്ടിരിക്കുന്നത്. ജീവുള്ള ഹമൂർ കേട്ടോ, ജീവുള്ള ഹമൂർ. അപ്പോൾ കുറേ മീനുകളെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട്. അവിടെ നല്ല തിരക്കാണോ, നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ കട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമ്മൾ പുറത്തുനിന്ന് ഡ്രൈ ഫിഷ് ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ഡ്രൈ ഫിഷ് കണ്ടമാനം നമ്മളറിയാത്ത കുറേ ഡ്രൈ ഫിഷുകളുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം, പറ്റുമോ നോക്കാം. ഇപ്പോഴത്തെ ഈ ഒരു തിരക്കും കാരണം നടക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന ഫ്രഷ് ഫിഷ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ പൈസ അടിച്ചതിൻ്റെ ശേഷം അവിടെ ചെന്നിട്ട് കട്ട് ചെയ്യാനുള്ള ഫീസ് കൊടുത്തിട്ട് അവിടെ കൊടുക്കുക. അവരെ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ഏരിയയാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അവിടുന്ന് കട്ട് ചെയ്ത പിന്നെ നമ്മളെ ആ ടോക്കൺ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. അത് കട്ട് ചെയ്ത് നമുക്ക് തരും അവിടുന്ന്. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ഒരു നല്ല തിരക്കുണ്ടെന്ന് ഇവിടെ. നല്ല തിരക്കുണ്ട്, റംദാൻ്റെ സമയമാണ്, പിന്നെ വെള്ളിയാഴ്ചയാണ്, ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ നിന്നാണ് നമ്മളെല്ലാ ഈ ദുബായിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും മീൻ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നു തോന്നുന്നുണ്ട് അല്ലേ വിജയ്? ഹോൾസെയിലായിട്ട് ഇവിടുന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടമാനം മീനും വെറൈറ്റി മീനുകളും എല്ലാം ഉണ്ട്. ശരിക്കും ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ട് കാണാൻ നിൽക്കുന്നില്ല. ഇനി അടുത്ത് നമ്മൾ ഡ്രൈ ഫിഷിലേക്കാണ് പോകുന്നത്. ചാക്കിൽ ഉണക്കിയ നത്തോലി ഇങ്ങനെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളെ പൊടി ചെമ്മീൻ, ചമ്മന്തിക്കുള്ള ചെമ്മീൻ, ഉണക്കിയ ചെമ്മീൻ. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അത് ഏട്ടേൻ്റെ ചെകിള, അതിലുള്ള ഒരു പാട കേട്ടോ. ആ സാധനം ഉണക്കിയിട്ടാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളവിടെയൊക്കെ ഉണക്കാനിട്ടൊക്കെ കണ്ടിരുന്നത്. അവിടെ ഒരു ഫിഷിൻ്റെ ഇതുണ്ടായിരുന്നു, ഒരു പ്രോസസ്സിങ് യൂണിറ്റ് അവിടെ കണ്ടിരുന്നു. പിന്നെ ഇത് മത്തി ഉണക്കമത്തി. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള സാധനം എനിക്കറിയില്ല, ഇത് ബംഗാളികളൊക്കെ കൊണ്ടുപോയി വിറകുകൊള്ളി മാതിരി കാണുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. ഡ്രൈ ഫിഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ സാധനം എന്നുള്ള അറിയില്ല. പിന്നെ അത് ചെമ്മീൻ ഉണങ്ങിയത്, നെത്തോലി ഉണങ്ങിയത്, ചെമ്മീൻ്റെ മീറ്റ് മാത്രം. പിന്നെ കുച്ചക്ക് എന്ന് പറഞ്ഞിട്ട് ഇറാനികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ ഇത്, കുച്ചക്ക് ഇറാനീസ്. ഇത് ഫിഷ് തന്നെയാണ് തോന്നുന്നത്. ഉണങ്ങിയിട്ട് വല്ല മരക്കഷ്ണം ഉണക്കാനിട്ട് ഉണക്കി പാക്കറ്റ് ചെയ്ത മാതിരിയുണ്ട്. മീനാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അത് അയിലക്കുട്ടികൾ ഉണക്കിയത്. പിന്നെ ഇത് ഷാർക്കിൻ്റെ സ്റ്റീക്കാണിത്, ഷാർക്കിൻ്റെ മീറ്റ് ഉണക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് കാണാത്ത ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഷാർക്കായിരുന്നു. സ്രാവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചു എന്താണ് സ്രാവ് ഇവിടെ ഇല്ലാത്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞതാണ് സ്രാവ് ഇപ്പോൾ മാർക്കറ്റിൽ UAE മാർക്കറ്റിൽ വിൽക്കാനുള്ള അലൗഡ് ഇല്ലല്ലോ സ്രാവ്. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ വംശനാശ ഭീഷണി ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ കടലിൽ നിന്ന് പിടിക്കാനോ അവിടെ വിൽക്കാനോ പറ്റാത്തത്. പിന്നെ ഇതേമാതിരി കുപ്പിയിൽ കുറേ അച്ചോവി പൗഡർ എന്ന് പറഞ്ഞ ഫിഷിൻ്റെ പൗഡർ, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ. മുള്ളൻ ഫിഷ്. പിന്നെ ഇതെന്താണാവട്ടോ, ഇത് ഉപ്പാ തോന്നുന്നുണ്ട് കേട്ടോ, ഉപ്പ്, സീ സാൾട്ടാണത്. പിന്നെ ഇത് നമ്മളെ തളയൻ ഒന്നായിട്ട് ഇതാക്കിയതാണ്. തളയൻ ഫിഷ്, തളയൻ ഫിഷ്. പിന്നെ പലതരത്തിൽ ഉണക്കിയിട്ട് കുപ്പിയിലാക്കിയ പലതരത്തിലുള്ള ഫിഷുകൾ. ഇത് ടൂണ ഫിഷിൻ്റെ വാലാണ് തോന്നുന്നു കേട്ടോ, ടൂണേൻ്റെ വാല്.
വിറക് ഗ്യാസ് ഉണക്കാൻ വെച്ചാൽ വിറക് ഗ്യാസ് ചൂട് കട നോമ്പല് വാട്ടർഫ്രണ്ട് മാർക്കറ്റിലെ ഫിഷ് സ്റ്റാൾ മാത്രമാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്. വാട്ടർഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഇല്ല, ഫ്രൂട്ട്സിൻ്റെ വളരെ വലിയൊരു സ്റ്റോറുണ്ട്. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ തൊട്ട് താഴെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. അത് നമ്മൾ വേറൊരു ദിവസം വരാൻ നല്ലത്, കാരണം ഒരുപാട് കാണാനുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സൈനൗട്ട് കാണും. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രധാന ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വെറുതെ ഒരു രസത്തിന്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വേറൊരു കിടിലൻ വീഡിയോയുമായി, കിടിലൻ അല്ലെങ്കിലും നിങ്ങളെല്ലാവരും കൂടി കിടിലനാക്കുക. അപ്പോൾ സൈനിങ് ഓഫ് സുമേഷ് ആൻഡ് ജാഫർ.